ഹായ്, ഞാൻ ശ്രീലത. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കട്ടോരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം ക്യാൻവാസ് പേപ്പറിൽ മാർക്ക് ചെയ്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണണേ. ഇനി ഈ പേപ്പർ കട്ടിങ്സ് എല്ലാം കൂടി നമുക്ക് തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് 3 ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ കട്ടോരി ലൈൻ വരച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗമില്ലേ, അത് എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മിഡിൽ പോയിൻ്റ്, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു താഴേക്ക് ഒരു 1.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന വിധം. അതിൻ്റെ പേപ്പർ കട്ടിങ്സ് ഇതാണ്, അതായത് ഈ പോയിൻ്റ്. ഇനി ഈ പോയിൻ്റ് നടുക്ക് വരത്തക്ക വിധത്തിൽ നമുക്കിത് രണ്ടായിട്ടൊന്ന് മടക്കാം. നന്നായിട്ട് എല്ലാ വശവും ചേർത്ത് വെച്ചിട്ട് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ട് ആ മടക്ക് വശത്ത് നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അതായത് 3 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നത്. മുകളിലോട്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ 2 പോയിൻറ്റും കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. നല്ല വശം ഉള്ളിലാക്കി വേണം മടക്കാനായിട്ട്. നമ്മൾ ഈ ഡാർട്ട് അടയാളപ്പെടുത്തുന്നത് ചീത്ത വശത്താണ്. ഡാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും, കണ്ടോ. ഇനി ഈ ഭാഗം ഫ്രണ്ട് പാർട്ടിൻ്റെ മറ്റേ ഭാഗവുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അതായത് ഈ 2 ഭാഗങ്ങളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പടിയാണ് വെക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്.